ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഈ വ്ളോഗ് ഫുള്ളായിട്ട് കാണണേ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലല്ലേ നമുക്ക് അടുത്ത വ്ളോഗ് ഇടാനൊരു ഉഷാറുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് വ്ളോഗ് തുടങ്ങുന്നതിന് ഒരു ക്വസ്റ്റ്യനിലൂടെയാണ്. ഞാനും ഉമ്മയും ഉപ്പയുള്ളൊരു സംവാദമാണത്. അടുക്കളയിൽ സാധനങ്ങൾ കൊണ്ടുവച്ചവർക്കാണോ അത് ഭംഗിയിൽ നല്ല രുചിയോടെ ഉണ്ടാക്കുന്നവർക്കാണോ കൂടുതൽ ക്രെഡിറ്റ്? നിങ്ങൾ പറയും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ വിഷയം മലബാറി തക്കാരം. സൽക്കാരത്തിനോടെ പറയുന്ന പേരാട്ടോ തക്കാരം. നമ്മളെ നെയ്ബറിൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ചയായിരുന്നേ. അപ്പോൾ അവരെ വിളിച്ചിരുന്നു കേട്ടോ. അതിനുള്ള തക്കാരാണ് ഇവിടെ നടക്കുന്നത്. അതിനിടയ്ക്കാണ് ഇനിയിപ്പോഴും നമ്മൾ തമ്മിലുള്ള ഡിസ്കഷൻ. അണിയറ പ്രവർത്തകരായ ഞങ്ങൾക്കാണോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ഐറ്റംസ് വാങ്ങി തന്ന ഉപ്പക്കാണോ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് എന്ന്? അതാണ് എൻ്റെ ഈ വീഡിയോയിൽ സംസാരിച്ചിരുന്നത്. പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിൾ പിന്നെ ലാസ്റ്റേ കട്ട് ചെയ്യുള്ളൂ, ചോന്ന് പോകൂലേ. മുട്ടമാലയും മുട്ടസുറുക്കിയും ജ്യൂസൊക്കെ അടിച്ച് അതും ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട്. തൽക്കാലം പണിക്ക് ഒരു വിരാമം ഇട്ടിട്ട് നമ്മളെ വീടിൻ്റെ മുകളിൽ റെൻറ്റിനൊരു കാക്ക താമസിക്കുന്നുണ്ട്. ഈ കാക്ക കൊണ്ടുവന്ന കാരക്കയും ഞാനും ഉമ്മയും കൂടി ഷെയർ ചെയ്ത് തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വരാൻ സമയമായി. വിരുന്നുകാരൊക്കെ അവർക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ വത്തക്കയും ലെമണും ഇഞ്ചിയൊക്കെ ഇട്ടുള്ള ജ്യൂസ് വെൽക്കം ഡ്രിങ്കും പിന്നെ കോൺ, നമ്മൾ ബട്ടർ കോണില്ലേ, ഞാൻ ഷോർട്സിൽ മുന്നേ ഉണ്ടാക്കിയിരുന്നു, നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ആഷിൻ്റെ വീണ്ടും ഷെയർ ചെയ്യാട്ടോ. അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ മെയിൻ കോഴ്സിന് കോഴി പൊരിച്ചതും ഉമ്മൻ്റെ സ്പെഷ്യൽ കാരക്ക ചട്നിയും കണ്ണച്ച പത്തിരിയും ലഗോൺ ബിരിയാണിയും മീൻ കുറുമയും വെള്ളപ്പും ഇടയ്ക്ക് കൂട്ടാൻ എല്ലാ ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാലഡും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടോ. വിളിക്കുന്നവർക്ക്, വിരുന്നുകാർക്ക് വയറ് നിറച്ചും ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതിൽ അതിനും ബദലൊരു സന്തോഷം കോഴിക്കോട്ടുകാർക്ക് വേറെ ഇല്ല കേട്ടോ. നമുക്കങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാക്കുക, എല്ലാവർക്കും വയറ് നിറച്ചങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് കോഴ്സിലേക്കാണ് നമ്മൾ വന്നത്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തിക്കണ്, മുട്ടമാലയുണ്ട്, മുട്ടസുറുക്കിയുണ്ട്. ഇത് രണ്ടില്ലാത്തൊരു വിരുന്നുണ്ടോ? ഐസ്ക്രീം ഉണ്ട്. പിന്നെ എന്താണ് നമ്മൾ കട്ട് ഫ്രൂട്ട്സിന് ഡിപ്പ് ചെയ്യാൻ ഡിപ്പുണ്ട് കേട്ടോ. അതിൽ എന്താ പറയുക, ഉപ്പും പഞ്ചസാരയും മുളക് പൊടിയോ മാത്രമുള്ള നമ്മൾ വലിയ പേരക്കൊക്കെ അതിൽ മുക്കി തിന്നാറ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ എല്ലാ കോഴ്സും കഴിഞ്ഞ് പിന്നെ കട്ട് ഫ്രൂട്ട്സൊക്കെ തിന്ന് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് അവർ പോയിട്ടോ. അപ്പോൾ അത്രയുള്ള വിശേഷം. ബായ്.